നമസ്കാരം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഹെയർ നറിഷിംഗ് ഷാമ്പു, വിഭ ഹെയർ കെയർ ക്രീം എന്നീ പ്രൊഡക്റ്റുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ വിഭ ഹെയർ കെയർ ക്രീമിനെ പറ്റി ഡീറ്റെയിൽഡായി പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ ഹെയർ ക്രീം, ഹെയർ ജെൽ, ഹെയർ സിറം തുടങ്ങിയ മുടിക്ക് സ്ട്രോങ്, ഷൈനിങ് കൂട്ടുന്നതിനും മുടിയെ ഒതുക്കി ഭംഗിയാക്കുന്നതിനുമായി ധാരാളം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഇതിലെല്ലാം തന്നെ ധാരാളം കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാവാം ഇതിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് നേരത്തെയുള്ള നര, അതായത് പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ, മുടിയുടെ ആരോഗ്യം കുറഞ്ഞ പഞ്ഞു പോലെയാകുന്ന അവസ്ഥ, സ്കാൽപ്പിൽ അഥവാ തലയോട്ടിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ചൊറി, ചിടങ്ങ്, ഡ്രൈനസ്, കുരുക്കൾ, ഡെർമറ്റൈറ്റിസ്, അലോപേഷ്യ, അതായത് മുടി വട്ടത്തിൽ കൊഴിയുന്ന അവസ്ഥ, നേരത്തെയുള്ള ബാഡ്നസ്, അതായത് കഷണ്ടി തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ചെറിയ പ്രായമുള്ള കുട്ടികൾക്ക് വരെ ദിനം പ്രതി കൂടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിഭ ഹെയർ കെയർ ക്രീമിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയേണ്ടത്. നീലയമരി, കയ്യോന്നി, നെല്ലിക്ക തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ വെളിച്ചെണ്ണയിൽ കാച്ചി വളരെ കുറഞ്ഞ അളവിൽ പാരബിൻ ആഡ് ചെയ്താണ് ഈ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ നീലയമരി മുടിയുടെ കറുത്ത നിറത്തിനും മുടി തഴച്ചു വളരുന്നതിനും സഹായിക്കുന്നു. കയ്യോന്നിയുടെ മറ്റൊരു പേര് ഭൃംഗരാജ എന്നാണ്. ഭൃംഗം മീൻസ് കരിവണ്ട്, അതായത് കരിവണ്ടിൻ്റെ രാജാവ് ഭൃംഗരാജ. കയ്യോന്നിക്ക് മുടിയിലുള്ള ഒരു റോൾ തന്നെയാണ് അതിനങ്ങനെ ഒരു പേര് കിട്ടാൻ തന്നെ കാരണം. കരിവണ്ടിൻ്റെ നിറത്തിലുള്ള മുടി പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം മുടിയുടെ ഏർലി ഗ്രേയിങ്ങിനെ ഇത് തടയുകയും ചെയ്യുന്നു. നെല്ലിക്ക കറുത്ത മുടിയുടെ കറുത്ത കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി മുടിക്ക് കൂടുതൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാറ്റിനും പുറമെ വെളിച്ചെണ്ണ മുടിയെ മോയ്സ്ചറൈസ് ചെയ്ത് ഷൈനിയും സിൽക്കിയുമാക്കി മാറ്റി തീർക്കുന്നു. ചുരുക്കത്തിൽ മുടിയെ വളരെ ഭംഗിയാക്കി മാറ്റി നല്ലൊരു ഫ്രാഗ്രൻസും ഈ ക്രീം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് നോക്കാം. ക്രീം നല്ല ലൈറ്റ് ബ്ലൂ കളറാണ്, തീരെ സ്റ്റിക്കി അല്ല. ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. മുടി കഴുകി തുവർത്തി 10 മുതൽ 15 മിനിറ്റിന് ശേഷമോ നന്നായി ഉണങ്ങിയ മുടിയിലോ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൈവിരലുകളിലെടുത്ത് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യുകയേ വേണ്ടൂ. എന്നാൽ സ്കാൽപ്പിൽ ആയി എന്ന് വെച്ചിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം കെമിക്കൽ അടങ്ങിയ ഷാമ്പു, കണ്ടീഷണർ, സിറം എന്നിവ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പു മുതലായവ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ പറയാറ്. ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം ഈ കണ്ടീഷണറോ സിറമോ കെമിക്കൽ അടങ്ങിയവകളോ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. കാരണം ഇതുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബെനിഫിറ്റ്സുകളും വിഭ ഹെയർ കെയർ ക്രീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ബേബി ഹെയർ, അതായത് ചെറിയ ചെറിയ മുടികൾ പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഫ്രീസി, അതായത് ചകിരി പോലെയുള്ള മുടി മാറ്റി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി മുടി ഒതുക്കി വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെയുള്ള പ്രധാന ഒരു പ്രശ്നം സ്പ്ലിറ്റ് എൻഡ്സ്, അതായത് മുടിയുടെ അഗ്രഭാഗം പിളർന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പഞ്ഞി പോലെയുള്ള മുടിയുടെ അവസ്ഥ മാറ്റി ഇത് കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റുന്നു. നിലവിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവരാണെങ്കിൽ മുടിയുടെ അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ഥിരമായി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവുന്നതിന് തടയാനായിട്ട് സഹായിക്കുന്നതാണ്. എല്ലാറ്റിനും പുറമെ തലയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റും ലഭിക്കുന്നു. എന്നാൽ എണ്ണ തേച്ച് ഒട്ടിയിരിക്കുന്ന ഒരവസ്ഥ ഈ ഹെയർ ക്രീം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ കെമിക്കൽ ധാരാളം കുറച്ചിട്ട് മുടിക്ക് ആവശ്യമുള്ള ആയുർവേദ മരുന്നുകൾ കൂടി ഉൾപ്പെടുത്തി മുടിക്ക് ആരോഗ്യത്തോടൊപ്പം ഭംഗിയും വർദ്ധിപ്പിക്കാൻ ഏറ്റവും യോജിപ്പിച്ച ഒരു പ്രൊഡക്റ്റാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ വിഭ ഹെയർ കെയർ ക്രീം.